തിരുക്കുടുംബത്തിൻ്റെ നാഥയാണ് പരിശുദ്ധ അമ്മ. ദൈവപിതാവ് തൻ്റെ തിരുക്കുമാരന് വന്ന് പിറക്കാൻ തിരഞ്ഞെടുത്ത മറിയം സർവ്വനന്മകളാലും പരിപൂരിതയാണ്. ഈശോയുടെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ സ്വാധീനം കാണുവാൻ സാധിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്കെല്ലാം അമ്മയായി നൽകിയതും ഈ പരിശുദ്ധ അമ്മയെയാണ്. ഈ അമ്മയോട് പ്രാർത്ഥിക്കുന്നതെന്തും അവിടുന്ന് ദൈവപിതാവിൽ നിന്ന് നമുക്ക് വാങ്ങി നൽകും. പരിശുദ്ധ അമ്മയ്ക്കുള്ള ഈ മധ്യസ്ഥ ശക്തിയാണ് കാനായിലെ വിവാഹ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ഓരോ ജീവിതങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്ന അനേകം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ ആശ്രയ കേന്ദ്രമാണ് പരിശുദ്ധ മറിയം. അനേകരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അമ്മ ഇടപെടുന്നത് കാണുമ്പോൾ അമ്മയുടെ ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ നിത്യസഹായ മാതാ പള്ളി ഇടവകാംഗമായ ഏലിക്കുട്ടി ചേച്ചിക്ക് പറയാനുള്ളതും പരിശുദ്ധ അമ്മ ഇടപെട്ട ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ്. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അമ്മയിൽ നിന്നും ലഭിച്ച മാതൃസ്നേഹവും വിശ്വാസവും ജീവിതത്തിലുടനീളം പുലർത്തിപ്പോന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ വളർന്ന തൻ്റെ കുട്ടിക്കാലം ചേച്ചി ഓർത്തെടുക്കുന്നു. അമ്മയിൽ നിന്നാണ് എനിക്ക് മാതൃഭക്തി ലഭിച്ചിരിക്കുന്നത്. അമ്മ എന്നും പറയുമായിരുന്നു ഞങ്ങൾ മക്കളോട്, നിങ്ങൾ എന്നും ഒരു ജപമാലയെങ്കിലും അർപ്പിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല അർപ്പിക്കുമായിരുന്നു. അമ്മ അച്ഛന്മാരുടെ വയലിൽ പശുക്കൾക്ക് പുല്ലരിയാൻ പോകുന്ന കൂലിപ്പണിയായിരുന്നു. അമ്മ പറയുമായിരുന്നു എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഞാൻ 10 ജപമാല പറഞ്ഞു, 12 ജപമാല പറഞ്ഞു, 14 ജപമാല പറഞ്ഞു. ഒരു ദിവസം അമ്മ പറഞ്ഞു ഞാൻ 22 ജപമാല പറഞ്ഞു എന്ന്. അപ്പം ഞങ്ങൾക്കൊക്കെ ചിരി വന്നു. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു 24 മണിക്കൂറല്ലേ ഒരു ദിവസമുള്ളൂ, പിന്നെ എങ്ങനെ 22 ജപമാല പറഞ്ഞു? അപ്പോൾ അമ്മ പറഞ്ഞു രാവിലെ 8 മണിക്ക് പണിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പുല്ലരിയുന്ന സ്ഥലത്ത് അരിവാൾ കൊണ്ടൊരു വട്ടം വരയ്ക്കും. ആ വട്ടത്തിൽ ഞാൻ ആദ്യം സന്തോഷത്തിൻ്റെ ജപമാല എന്ന് പറഞ്ഞിട്ട് ഒരു നന്മ, ഒരു സ്വർഗസ്ഥനായും 10 നന്മാർന്ന് പറയുമേ ഒരു ത്രിത്വസ്തുതിയും പറയും. അങ്ങനെ സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞ് പിന്നെയും പറയും ഒരു സ്വർഗസ്ഥനായ 10 നന്മാർന്ന് പറയുമ്പോൾ ഒരു ത്രിത്വസ്തുതി. അങ്ങനെ 5 രഹസ്യം കഴിയുമ്പോൾ അമ്മ ഒരു കല്ലെടുത്ത് ആ വട്ടത്തിൽ വെക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ പറഞ്ഞു അന്ന് 22 കല്ലായിട്ടുണ്ടായിരുന്നു, അപ്പോൾ 22 ജപമാല ഞാൻ അർപ്പിച്ചു എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രചോദനമുണ്ടായി. ഞങ്ങൾ 4 മക്കളും നന്നായിട്ട് ജപമാല പറയുമായിരുന്നു. രാത്രി കിടക്കാൻ പോകും അമ്മ ഇത്രയൊക്കെ പറഞ്ഞു വന്നാലും വീട്ടിൽ വരുമ്പോഴും അമ്മ ജപമാല പറയുമായിരുന്നു. അങ്ങനെ അമ്മയിൽ നിന്നാണ് ജപമാല ഭക്തി ലഭിച്ചിരുന്നത്. അങ്ങനെ അമ്മ നന്നായിട്ട് ജപമാല പറയുമായിരുന്നു. രാത്രിയിലാണെങ്കിലും അമ്മ കിടന്നുകൊണ്ട് അമ്മ ഓരോന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോഴൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ അമ്മ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ജപമാല ഭക്തി ലഭിച്ചിരുന്നത്. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ദൈവമാതൃ ആശ്രയം പഠനത്തിൻ്റെ മേഖലയിലെ ബുദ്ധിമുട്ടുകളിൽ എങ്ങനെയാണ് ഉപകാരപ്പെട്ടത് എന്ന് ചേച്ചി പറയുന്നു. പഠനത്തെയും പഠന വിഷയങ്ങളെയും ദൈവമാതാവിന് സമർപ്പിച്ച ചേച്ചിയുടെയും മക്കളുടെയും ജീവിതത്തിൽ മാതാവ് നടത്തിയ ഇടപെടൽ വളരെ വലുതാണ്. ഞാൻ പഠനത്തിൽ വളരെ മോശമായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു. പക്ഷേ 5-ാം ക്ലാസ് മുതൽ എനിക്ക് മാത്സ് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ തോൽക്കുമെന്നുള്ള കണ്ടീഷനായി. അങ്ങനെ 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കണക്ക് തീരെ അറിയുന്നില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ ഇപ്രാവശ്യം തോൽക്കും എന്തായാലും. അപ്പോൾ അമ്മ പറഞ്ഞു നീ തോൽക്കുമൊന്നുമില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, നീ നിൻ്റെ പേര് ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ താഴെ എനിക്ക് കണക്ക് അറിയില്ല അമ്മേ എന്ന് എഴുതിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ വെച്ചാൽ മതി, മാതാവ് ഏറ്റുകൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം ക്ലാസ് പാസ്സായി. 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ കണക്കിന് ഞാൻ ക്ലാസ്സിൽ ഒന്നാമനാകാൻ തുടങ്ങി. അങ്ങനെ 8, 9, 10 വളരെ നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം പോളിയിൽ ചേർന്നു. പോളിയിൽ ചേർന്നപ്പോൾ അക്കൗണ്ടൻസിക്ക് 80% മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അങ്ങനെ അമ്മയുടെ നല്ലൊരു പരിചരണം ഉണ്ടായിരുന്നു. പഠിക്കുമ്പോഴൊക്കെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പഠിക്കാനിരിക്കുക. ഓരോ പാഠങ്ങൾ തുറക്കുമ്പോഴും അമ്മേ ഞാൻ പഠിക്കാൻ പോവുകയാണിത്, അമ്മ എനിക്ക് മനസ്സിലാക്കി തരണേ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കാനിരിക്കൽ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 10-ാം ക്ലാസ്സും പോളിയും കഴിഞ്ഞു.
പിന്നെ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പലർക്കും ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ബുദ്ധി വിവേകം ഇവ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ മകൾ കെമിസ്ട്രിക്ക് വളരെ മോശമായിരുന്നു. 10ാം ക്ലാസ്സിലെത്തിയപ്പം സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൾ കെമിസ്ട്രിക്ക് വളരെ മോശമാണ്, ഞങ്ങൾ 100% പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂളാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇരുത്താതെ അടുത്ത പ്രാവശ്യം നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞ് അവളെ പഠിപ്പിച്ച് ഞാൻ പരീക്ഷ എഴുതിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ സമ്മതിച്ചു. അങ്ങനെ കെമിസ്ട്രി അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും അവളുടെ രജിസ്റ്റർ നമ്പറും പേരും ഞാൻ എഴുതി അമ്മ പറഞ്ഞു തന്നതുപോലെ മാതാവിൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവച്ചിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ അവൾക്ക് പരീക്ഷ എഴുതാൻ നല്ലവണ്ണം അമ്മ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. കെമിസ്ട്രിക്ക് നല്ല മാർക്കോടെ 48 മാർക്ക് 50-ൽ കിട്ടുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. അങ്ങനെ മോൻ്റെ പരീക്ഷ വന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. മോൻ്റെ പേരെഴുതി അതിൻ്റെ പേരിൽ ഓരോ രജിസ്റ്റർ നമ്പറും എഴുതി മാതാവിൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ കൊണ്ടുവെക്കുമായിരുന്നു. അങ്ങനെ മകനും നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ മകൾ +2-ൽ ചേർന്നു. +2-ൽ അവൾക്ക് പിന്നെ കോമേഴ്സ് വേണം, സെക്കൻഡ് ഗ്രൂപ്പ് വേണം തന്നെ, കോമേഴ്സ് വേണം എന്ന് തന്നെ പറഞ്ഞിട്ട് അവൾ ശാഠ്യം പിടിച്ചു. അങ്ങനെ കോമേഴ്സിന് കിട്ടിയില്ല. അവൾക്ക് സയൻസിന് ഒക്കെ നല്ല മാർക്കുള്ളതുകൊണ്ട് സയൻസ് തന്നെ കിട്ടിയത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സയൻസ് വേണ്ട, കോമേഴ്സ് മതിയെന്നും. ഞാൻ പറഞ്ഞു, നീ അമ്മയോട് പ്രാർത്ഥിക്ക്, കോമേഴ്സ് നിനക്ക് കിട്ടും. അത് അവൾ പഠിച്ച സ്കൂൾ തന്നെ വേണമെന്ന് അവൾക്ക് ശാഠ്യവും വന്നു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു, അമ്മയോട് പറഞ്ഞു. അങ്ങനെ അവൾ കർമ്മൽ ബ്ലോസം എന്ന് പറഞ്ഞൊരു പ്രെയർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് അവൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് കോമേഴ്സിന് അവിടെ സീറ്റ് കിട്ടി. അങ്ങനെ 80% മാർക്കോടുകൂടി അവൾ +2 പാസ്സായി. അങ്ങനെ തീരെ പഠിക്കാതിരുന്ന ഞങ്ങളെല്ലാം പഠിത്തത്തിൽ ഒന്നാമനായി. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ പഠിത്തത്തിൽ ഒന്നാമനാകാൻ തുടങ്ങി. എല്ലാവരും നന്നായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജോലി എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊരു നല്ല ജോലിയും ലഭിച്ചു. ആ ജോലിയിലെല്ലാം പലപ്പോഴും അമ്മ സഹായിച്ചിരുന്നു. കമ്പ്യൂട്ടറൊന്നും ഞങ്ങൾ ആദ്യം ബേസിക്കായിട്ട് പഠിച്ചിരുന്നില്ല. അങ്ങനെ കമ്പ്യൂട്ടർ ഞങ്ങൾ ഓഫീസിൽ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് വെറുതെ ഒരു 5 ദിവസത്തെ ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എല്ലാ ദിവസവും രാവിലെ ഞാൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ എനിക്കൊന്നും അറിയില്ല കേട്ടോ, നീ തന്നെ എന്നെ വന്ന് സഹായിക്കണം അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജോലിയിലൊക്കെ അമ്മ നന്നായിട്ട് സഹായിക്കുകയും അങ്ങനെ ഞങ്ങൾ ജോലിയിലും പഠനത്തിലുമൊക്കെ അമ്മ ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾ മുന്നേറാൻ ഞങ്ങൾക്ക് കാരണമായി. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടുകൂടിയാണ് ജോലി ലഭിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യ കാര്യങ്ങളെയും സാധ്യമാക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്ന് തൻ്റെ ജീവിതത്തിലൂടെ ചേച്ചിക്ക് ബോധ്യമായി. തൻ്റെ മകളുടെ വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ മാതാവിടപെട്ട അനുഭവങ്ങൾ ചേച്ചിക്ക് മറക്കാൻ സാധിക്കുകയില്ല. മകൾ MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾക്കൊരു കല്യാണാലോചന വന്നു. അപ്പോൾ വന്നതൊരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ പറഞ്ഞു, MBA പഠിച്ച കുട്ടികളെ എന്തായാലും ബിസിനസ്സുകാർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ കല്യാണം വേണ്ടാന്ന് വെച്ചു. ഏതായാലും പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് വീണ്ടും ഒരു കല്യാണം വന്നു. പക്ഷേ ആ കല്യാണം ഇത് തന്നെയായിരുന്നു. അന്നേരം ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് മൂന്നാമതും കല്യാണം വന്നു. അതും ഇത് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഈ കല്യാണം നടത്താമെന്ന്. അങ്ങനെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഉറപ്പിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പൈസ ഇല്ല. അന്നേരം ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാലേ സാധാരണ സെറ്റിൽമെൻ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് 15-നായിരുന്നു കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ജൂലൈ 15 ആകുമ്പോഴും പൈസ കിട്ടിയെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ ജൂൺ 15-ാം തീയതി വെച്ച് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് കൊടുത്തു. അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റിന് കൊടുത്ത സമയത്ത് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾക്ക് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരണം. അതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെയും റിപ്പോർട്ട് വരണമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 3 മാസം എന്തായാലും പിടിക്കും. അതുകൊണ്ട് ജൂൺ 15, ജൂലൈ 15, ഓഗസ്റ്റ് 15 കഴിയാതെ എന്തായാലും പൈസ ലഭിക്കില്ല. അതുകൊണ്ട് കല്യാണം ഓഗസ്റ്റ് 15-നോ 17-നോ ഒന്നും വെക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഈ മാതാവ് എനിക്ക് സാധിച്ചു തരും അങ്ങനെ പറഞ്ഞു. അങ്ങനെയാവുന്ന സമയത്ത് അങ്ങനെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. ജൂലൈ 15 ആകുമ്പോഴേക്കും എൻ്റെ റിട്ടയർമെൻറ്റ് പൈസയെല്ലാം ലഭിച്ചു.
അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. എല്ലാവരും പറഞ്ഞു പിടിക്കേണ്ടവിടത്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും, ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കവിടെ ആരുമില്ല, പക്ഷേ പിടിക്കേണ്ട ആളെ ഞാൻ പിടിച്ചതുകൊണ്ടാണ്, എൻ്റെ പരിശുദ്ധ അമ്മയെ ഞാൻ പിടിച്ചതുകൊണ്ടാണ്, അമ്മ ഈശോയോട് പറഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയും വേഗം സെറ്റിൽമെൻറ്റ് നടത്തി തന്നത്. അതേ ജൂലൈ 15-ന് കിട്ടേണ്ട പൈസ ജൂലൈ 13-ന് എന്നെ കിട്ടി. ഓഗസ്റ്റ് 15-ന് ശേഷം കിട്ടേണ്ട പൈസ ജൂലൈ 13-ന് എന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കല്യാണം നല്ല ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ. അങ്ങനെ കല്യാണം വേഗം നടത്തി. തൻ്റെ 2 മക്കളെയും മാതൃസ്നേഹത്തിൽ വളർത്തുവാൻ ചേച്ചി ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ജപമാലയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇവരുടെ കുടുംബത്തിൽ മകൻ്റെ അസുഖങ്ങളുടെ മേൽ മാതാവ് ഇടപെട്ട അനുഭവം ചേച്ചി പങ്കുവെക്കുമ്പോൾ, മാതാവിൽ ആശ്രയിച്ചാൽ ആരും നിരാശരാവുകയില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എനിക്ക് 2 മക്കളായിരുന്നു. മൂത്തത് മകളാണ്, രണ്ടാമത്തത് മകനാണ്. മകൻ വളരെ ഭക്തിയുള്ള ആളായിരുന്നു. ആരുടെ കയ്യിലും മാതാവിൻ്റെ പിക്ചർ കണ്ടാൽ അത് അവൻ ചോദിച്ചു മേടിക്കും. ചോദിക്കാനൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയും അവർ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, അത് സാരില്ല അമ്മേ, അങ്ങനെ പറയും. മകൻ എന്നും പറയുമായിരുന്നു അമ്മ എനിക്കൊരു മാതാവിൻ്റെ സ്റ്റാച്യു വേണമെന്ന്. ഞാൻ വാങ്ങിത്തരാമെന്ന് പറയും. അവൻ എല്ലാ ദിവസവും അവൻ കൊന്ത പറഞ്ഞിട്ട് കൊന്ത കത്തിക്കുക എന്നാണ് അവൻ പറയുക. കൊന്ത കത്തിക്കുക എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കൊന്ത പറഞ്ഞിട്ടേ അവൻ കിടക്കുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവന് രാത്രി 8:30 മണിയായപ്പോൾ ഒരു പനി വന്നു. സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു പനി വന്നു. പനി വന്ന സമയത്ത് ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ അവന് പനിച്ച് വിറച്ച് കിടക്കുന്നു. അപ്പോഴേക്കും മണി 9 പുറത്ത് പോയി ഒരു ഗുളിക വാങ്ങാനോ ഡോക്ടറെ കൊണ്ട് കാണിക്കാനോ ഒന്നും പറ്റില്ല. കാരണം 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ എടുക്കാൻ പറ്റില്ല, അവനെ നടക്കാനും പറ്റില്ല. അങ്ങനെ അപ്പൻ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങൾ അന്നേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു മകൻ, പക്ഷെ പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. അന്നേരം പനി കണ്ടിട്ട് പനി വിറച്ച് തുള്ളുന്നായിരുന്നു. അന്നേരം അപ്പൻ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൻ അന്ന് വരുന്ന സമയത്ത് മണി 10 കഴിഞ്ഞു. അപ്പോൾ കടയൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഗുളിക കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ല, ഡോക്ടറെ കാണിക്കാനും പറ്റില്ല. അങ്ങനെ അപ്പോൾ അപ്പൻ പറഞ്ഞു സാരമില്ല, നാളെ രാവിലെ കൊണ്ടുപോകാമെന്ന്. എപ്പോഴേയും 10, 10:30, 11 മണിയായപ്പോഴേക്കും കുട്ടി ഫിറ്റ്സുമാതിരി ഇളകി തുടങ്ങി. അപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു ഇങ്ങനെ കരഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് പോകാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അമ്മ മോൻ്റെ തലയിൽ കൈവെക്ക്, ഞാൻ മേൽ കൈവെക്കാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കുറച്ച് നേരം പ്രാർത്ഥിച്ചു. സ്തുതിച്ച സമയത്ത് മകൻ അബോധാവസ്ഥയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കി പറഞ്ഞു. പിന്നെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഞാൻ ഉറക്കെ കരഞ്ഞു. അങ്ങനെ മകൾ കുറേ നേരം നന്മ നിറഞ്ഞ മറിയമേ നല്ലൊരു 10-20 നന്മ നിറഞ്ഞ മറിയമേ പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ കരഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി ഒരു 1-1:30 മണിയായി. ഞങ്ങൾ 3 പേരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എൻ്റെ ദേഹമൊക്കെ നനയുന്ന മാതിരി എനിക്ക് തോന്നി. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിച്ച മാതിരി ഞങ്ങൾ 3 പേരും വെള്ളത്തിൽ കിടക്കുന്നത് മാതിരിയാണ് തോന്നിയത്. മകനാണെങ്കിൽ ഒരു പനിയൊക്കെ വിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെ പനി മാറിയല്ല? പറഞ്ഞാൽ പരിശുദ്ധ അമ്മ വന്നിരുന്നു അമ്മേ എൻ്റെ അടുത്ത്, അങ്ങനെയാണ് എനിക്ക് പനി മാറിയത്. അവന് അന്ന് 6ാം ക്ലാസ്സിലായിരുന്നു. ഇന്ന് അവന് 27 വയസ്സായി. ഇന്ന് വരെ അങ്ങനെ ഒരു പനി പിന്നെ പനിച്ചിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ടാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മാതാവ് സഹായിക്കാൻ സന്നദ്ധയാണ്. മനമുരുകി പ്രാർത്ഥിച്ചാൽ അമ്മ ഓടിയെത്തും എന്നതിൻ്റെ തെളിവാണ് ചേച്ചി പങ്കുവെക്കുന്ന ഈ അനുഭവ സാക്ഷ്യങ്ങൾ. ദിവസവും ഞാൻ ദിവ്യബലിക്ക് പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ ജീവിത പങ്കാളി കൂടെ വരും. ഒരു ദിവസം ഞാൻ ദിവ്യബലിക്ക് പോയി വരുമ്പോൾ അദ്ദേഹം വന്നില്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം വരാന്തയിലിരിക്കുന്നു, ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന് കയറിയ പാട് പറഞ്ഞു നോക്ക് ആ പപ്പായ മരം നീ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിറയെ കായുള്ളൊരു പപ്പായ മരം ജീവിത പങ്കാളി നന്നായി ഓമനിച്ച് വളർത്തിയതായിരുന്നു. അതിൻ്റെ മുഴുവൻ ഇലകളും എത്ര ഇലയുണ്ടോ അത് മുഴുവൻ പഴുത്തിരിക്കുന്നു. നിറയെ കായകളുള്ള ഒരു പപ്പായ മരമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം, ഇന്നലെ വരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാഷ് ചെയ്തു, അന്നേരം തുണി കഴുകിയ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചായിരുന്നു, ചിലപ്പോൾ സോപ്പ് വെള്ളം തട്ടിയിട്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെയധികം വഴക്ക് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഓടിച്ചെന്ന് അകത്ത് ചെന്ന് ലേശം ഹന്നാൻ വെള്ളം എടുത്ത് ഒരു സ്പ്രേ ചെയ്യുന്ന കുപ്പിയിൽ ഒഴിച്ചു. അതിൻ്റെ തല മുതൽ കട വരെ സ്പ്രേ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം സ്പ്രേ ചെയ്തു. 3 പ്രാവശ്യം വിശ്വാസപ്രമാണം പറഞ്ഞു. എന്നിട്ട് ആ പപ്പായ മരം പിടിച്ചു നിന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ അമ്മ കാണിച്ചത്, എന്താ ചെയ്യാതെ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു അവിടെ നിന്നിട്ട്. പിന്നെ ഞാൻ തിരിച്ചൊന്നും പറയാൻ പോയില്ല.
അപ്പോൾ എന്നോട് അദ്ദേഹം പിന്നെ പറഞ്ഞു സാരമില്ല പോട്ടെ എന്നെല്ലാം പറഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പം ആ പപ്പായ മരം എങ്ങനെ പഴുത്ത നിറമുണ്ടായോ അത് വീണ്ടും പച്ച നിറമായിട്ട് ആ ഇലകൾ മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് ഭയങ്കര വിശ്വാസം വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതാ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാലുള്ള ഫലം ഇതാണ്. എന്ത് തന്നെ സ്ഥിതികൾ നമുക്ക് വന്നാലും പരിശുദ്ധ അമ്മ അതൊക്കെ തട്ടി മാറ്റി തരും. ഇപ്പോൾ വിശ്വാസമായില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന സ്ത്രീയും കണ്ടതാണ്, ഞങ്ങളെ അയൽവാസികളൊക്കെ കണ്ടതാണ്. പഴുത്ത പപ്പായവും വീണ്ടും അത് പച്ച നിറമായത് അവരെല്ലാം കണ്ടതായിരുന്നു. അവർക്കെല്ലാം വിശ്വാസം വന്നു. പരിശുദ്ധ അമ്മയിൽ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് അവർക്കെല്ലാം വിശ്വാസം വരികയും ചെയ്തു. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന ആരെയും അമ്മ കൈവിടില്ല. ഈ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഇതിന് തെളിവാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്കും മാതാവിൽ ആശ്രയിക്കാം. ചെറുപ്പം മുതലേ അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ചത് കാരണം എനിക്ക് നല്ലൊരു ജോലിയും കിട്ടി. എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലുമായി. എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ജപമാല പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മയെ നമുക്ക് ഈശോ തന്നതാണ്. ഈശോ പോകുമ്പോൾ നമുക്ക് അമ്മയെ ഏൽപ്പിച്ച് തന്നിട്ട് പോയതാണ്. നമ്മളെല്ലാം അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ കൂടാതെ നമുക്ക് ഈശോയിലേക്ക് എത്താൻ പറ്റില്ല. അത് കാരണം എല്ലാ കാര്യങ്ങളിലും അമ്മയെ ആശ്രയിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചില സമയത്തൊന്നും അമ്മ ഞങ്ങൾ കുട്ടിക്കാലങ്ങളിൽ ചില സമയത്തൊന്നും കറി വെക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയും അമ്മയെ കറി വെക്കാൻ എന്താ? അപ്പോൾ അമ്മ പറയും അതൊക്കെ മാതാവ് കൊണ്ടു തരും, നീ പേടിക്കണ്ട. അപ്പോഴേക്കും സന്ധ്യ ആകുമ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് ചിലപ്പം കറി കൊണ്ട് തരും, അല്ലെങ്കിൽ കറിക്കുള്ള സാധനങ്ങൾ കൊണ്ട് തരും. അപ്പോൾ അമ്മ പറയും കണ്ട നമ്മുടെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. അങ്ങനെ ആ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ചു പോകുന്നത് കൊണ്ട് ഒരു ജപമാലയെങ്കിലും പറയാതെ ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങാറില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിത്യാരാധന ചാപ്പൽ തുടങ്ങി. എല്ലാ ദിവസവും അവിടെ പോയിരുന്ന് 2 സമ്പൂർണ്ണ ജപമാലയെങ്കിലും പറയാതെ രാത്രിയിൽ ഉറങ്ങാറില്ല. ലോകം മുഴുവനും വേണ്ടിയിട്ട് ജപമാല അർപ്പിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂട്ടി എല്ലാവരും കൂടിയും ഇപ്പോൾ ജപമാല യത്നം എന്ന പേരിൽ ജപമാല അർപ്പിക്കുന്നതാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അധിക സമയവും ഞങ്ങൾ ജപമാലയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. ജപമാലയിൽ കൂടി അല്ലാതെ നമുക്ക് അമ്മയിലേക്ക് എത്തുക സാധ്യമല്ല. അമ്മയെ കൂടാതെ നമുക്ക് ഒരിക്കലും ഈശോയിലേക്ക് എത്തുക സാധ്യമല്ല. എൻ്റെ വളർന്നു വന്ന എല്ലാ കാലഘട്ടങ്ങളിലും എൻ്റെ പഠനത്തിലായാലും എൻ്റെ വിവാഹത്തിൻ്റെ കാര്യമായാലും എൻ്റെ മക്കളെ കാര്യമായാലും അവസാനം എൻ്റെ മകളുടെ കല്യാണത്തിൽ വരെ എന്നെ അന്യനിമിഷം സഹായിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മയോടൊത്തുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാം സഫലമാകും എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ തന്നെ സുഖമില്ലെങ്കിലൊക്കെ എന്നാലും ഞാൻ കിടന്നുകൊണ്ടെങ്കിലും സമ്പൂർണ്ണ ജപമാല പറയാതെ ഒരു ദിവസം പോലും ഉറങ്ങാറില്ല. ജപമാലയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നിനൊരു പരാതിയില്ല. എന്ത് വിഷമം വന്നാലും എല്ലാം അമ്മ നോക്കിക്കോളും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ഞാനാണെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും മക്കൾക്കൊക്കെ അമ്മയിൽ നല്ല വിശ്വാസമാണ്. അമ്മ എല്ലാം സാധിച്ചു തരും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ചാണ് എല്ലാ സമയവും അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലൊക്കെ പ്രാർത്ഥിക്കും അമ്മേ ഞങ്ങൾക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടമ്മേ. അപ്പോൾ തന്നെ അമ്മ ഈശോയോട് പറഞ്ഞു ഒരു 2-3 ദിവസത്തിനുള്ളിലെങ്കിലും അത് സാധിച്ചു തരും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അമ്മയെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അമ്മയിൽ ആശ്രയിച്ചത് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിന് യാതൊരു വിഷമവുമില്ല.